Hello friends, welcome back to my channel. ഇന്നത്തെ റെസിപ്പി പാലക്കാടൻ മട്ട കൊണ്ടൊരു കിടിലൻ കൊഞ്ചം മജ്ബൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഒരു ഗ്ലാസ് പാലക്കാടൻ മട്ടൻ റൈസ് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂറോളം കുതിർത്തി വെക്കാം. ഇത് കുതിർത്തി വെക്കുന്നത് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇതിന് ആവശ്യമായ ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതിനാവശ്യമായ കൊഞ്ചം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 തക്കാളി, 2 ഉള്ളി, 1 സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ഇഞ്ചിയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളകും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 ലെമണും എടുത്ത് വെച്ചിട്ടുണ്ട്, ബ്ലാക്ക് ലെമൺ. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഏതായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. ഇതിലോട്ടൊരു 6 പീസ് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി വീട്ടിൽ പെട്ടെന്ന് വിരുന്നൊക്കെ വന്നാൽ ആരും ബസ്മതി റൈസ് ഇല്ലയെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുകയേ വേണ്ട. പാലക്കാടൻ മട്ട നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ മജ്ബൂസ് വെക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉള്ളി നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ഗ്ലാസ് റൈസിൻ്റെ ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ റൈസ് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഐറ്റംസും ഇട്ട് കൊടുക്കണം, എങ്കിലേ ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കിനി ഇതിലോട്ട് 2 എടുത്ത് വെച്ച ലെമണും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 സ്പൂണ് ക്രഷ് ചെയ്തെടുത്ത കുരുമുളകാണ്. അതും കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം എടുത്ത് വെച്ച കൊഞ്ചനും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൊഞ്ചൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അര സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് അര സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇനി വേണ്ടത് 1 സ്പൂണ് മജ്ബൂസ് മസാലയാണ്. അപ്പം മജ്ബൂസ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിന് നമുക്കൊരു 5-6 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സ്റ്റൗ മീഡിയത്തിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ അടച്ച് വെച്ചിട്ടൊരു 3 മിനിറ്റോളമായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മളെ കൊഞ്ചൻ കുക്കായി വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു 3 മിനിറ്റോളം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളെ കൊഞ്ചൻ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് റൈസിന് 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. മട്ട റൈസ് ആയതുകൊണ്ടാണ് 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മളെ ബിരിയാണി റൈസിനൊക്കെ 1 ഗ്ലാസ് റൈസിന് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കൽ.
അപ്പം ഈ മട്ട റൈസ് ആയതുകൊണ്ട് നല്ല വേവുള്ളത് കൊണ്ടാണ് 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറവാണ്. ഇനി നമുക്കിതിന് ആവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്താന്ന് കുറച്ച് സമയം അടച്ച് വെച്ചൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഞാൻ അരിപ്പയിലോട്ടിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്താണ്. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സ്റ്റൗ ഒന്ന് മീഡിയത്തിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. നമ്മളെ കൊഞ്ചം മജ്ബൂസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലി ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.